എല്ലാവർക്കും യുകെ എഡ്യൂസോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രോസസ് കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിനകത്ത് നമ്മൾ കഴിഞ്ഞ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു സിമ്പിൾ പ്രോസസ് അക്കൗണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് എന്ന രീതിയിലകത്ത് ഈ പ്രോബ്ലത്തിനകത്ത് ലോസ് ഇൻ വെയിറ്റ്, അതായത് ലോസ് വരുന്നൊരു പ്രോബ്ലമാണ്. അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുള്ളതും ഈ പ്രോബ്ലത്തിനകത്തുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, പിന്നീട് ലോസ് ഇൻ വെയിറ്റ്, അത്രയും ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോബ്ലമാണ്. വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫ്രം ദ ഫോളോയിങ് ഫിഗേഴ്സ് ഷോ ദ കോസ്റ്റ് ഓഫ് 3 പ്രോസസ് ഓഫ് മാനുഫാക്ചർ. ദ പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് പ്രോസസ് പാസ്ഡ് ഓൺ എ നെക്സ്റ്റ് പ്രോസസ് ഇമ്മീഡിയറ്റ്ലി ഓൺ കംപ്ലീഷൻ. അതായത് ഒരു പ്രോസസ്സിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് എന്ത് ചെയ്തു ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു പ്രോസസ്സിൻ്റെ ഉള്ളത് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്യുന്നത്. ദെൻ ഇവിടെ പ്രോസസ് എൻ്റെയും ബിൻ്റെയും സിൻ്റെയും ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. വേജസ് ആൻഡ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്. ദെൻ വർക്ക്സ്, ഓവർ ഹെഡ് തന്നിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് എഴുതുന്ന കാര്യങ്ങളാണ്. പ്രോസസ് എൻ്റെയും ബിൻ്റെയും സിൻ്റെയും എമൗണ്ട് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ എന്നുള്ളത് പ്രോസസ് എൻ്റെത് 36,000 യൂണിറ്റാണ്. പ്രോസസ് ബീൻ്റെത് 37,500 പ്രോസസ് ബീൻ്റെ എന്നുള്ളത്. അതായത് പ്രോസസ് ബിയിൽ നിന്ന് സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് 37,500. ദെൻ 48,000 രൂപയാണ് പ്രോസസ് സിൻ്റെ ഇവിടെ പ്രൊഡക്ഷൻ എന്നുള്ളത്. അതായത് പ്രോസസ് സിയും കൂടി കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്ക് മാറ്റുന്നത് 48,000 യൂണിറ്റാണ്. 48,000 യൂണിറ്റാണ്. ഇതെല്ലാം യൂണിറ്റിലാണ്. ഇവിടെ എന്താണ് 37,500 യൂണിറ്റാണ് പ്രോസസ് ബിയിൽ നിന്ന് പ്രോസസ് സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അതിൽ പ്രോസസ് ബിൻ്റെയും പ്രോസസ് സിൻ്റെയും ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം അല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ പ്രോസസ് എൻ്റെ അക്കൗണ്ടാണ് ആദ്യം വരക്കുന്നത്. പ്രോസസ് എൻ്റെ അക്കൗണ്ടാണ്. ഈ പ്രോസസ് എൻ്റെ അക്കൗണ്ട് വരക്കുന്ന പറഞ്ഞാൽ അതിൽ 36,000 പ്രൊഡക്ഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ 36,000 യൂണിറ്റ്. ഇവിടെയുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ 30,400 ആണ്. അതായത് വേജസ് ആൻഡ് മെറ്റീരിയൽ ഉള്ളത് എത്രയാണ്? 30,400 ആണ് ഉള്ളത്. ദെൻ പ്രോസസ് ബി അക്കൗണ്ടിൽ ദെൻ നെക്സ്റ്റ് വർക്ക്സ് ഓവർ ഹെഡ് ഉണ്ട്. 5,600 വർക്ക്സ് ഓവർ ഹെഡ് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളതാണ്. അതവിടെ എഴുതി വെക്കുന്നു. ദെൻ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. നെക്സ്റ്റ് പ്രോസസ്സിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു പറഞ്ഞാൽ എന്താണ്? 36,000 ഇത് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് കിട്ടിയിട്ടുള്ളത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് ബാലൻസ് ഇവിടെ എത്രയാണ്? 36,000 തന്നെയാണ് ബാലൻസ് എന്നുള്ളത്. 36,000 യൂണിറ്റ്, 36,000 എമൗണ്ട്. അതായത് എല്ലാത്തിനും കോസ്റ്റ് പെർ യൂണിറ്റ് കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 1 രൂപയാണ് പ്രോസസ് എയിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്. ഓക്കെ. ദെൻ ഇവിടെ ശ്രദ്ധിക്കുക, ഈ പ്രോസസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എത്രയാണ്? 36,000 യൂണിറ്റാണ്. എമൗണ്ടും എത്രയാണ്? 36,000 ആണ്. അതായത് പ്രോസസ് ബിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കാണ് ഈ എമൗണ്ട് എന്നുള്ളത്. പ്രോസസ് ബി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ല, ഇതിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നില്ല. അതായത് പ്രോസസ് എയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള എമൗണ്ടാണ് ഇത് 36,000 എന്നുള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുള്ളത് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് 4,000 എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ യൂണിറ്റ് തന്നിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഈ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ യൂണിറ്റ് എന്നുള്ളത് യൂണിറ്റ് ഫ്രം പ്രൊസീഡിങ് പ്രോസസ്സാണ്. അതായത് മുന്നത്തെ പ്രോസസ്സിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റാണ്. മുന്നത്തെ പ്രോസസ്സിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 1 രൂപയാണ് മുന്നത്തെ പ്രോസസ്സിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്. ആ 1 രൂപയാണ് ഇവിടെയുള്ള ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്. അതായത് 4,000 × 1 4,000 അതാണ് ഇവിടെ കിട്ടിയിട്ടുള്ള എമൗണ്ട് എന്നുള്ളത്. അതായത് 4,000 യൂണിറ്റാണ്. അതിലെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് 1 പ്രൊസീഡിങ് പ്രോസസ്സിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റാണ് എടുക്കുന്നത്. പ്രൊസീഡിങ് പ്രോസസ്സിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് 1 രൂപയാണ്. ആ 1 രൂപ × 4,000 അങ്ങനെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് 4,000 എന്നുള്ളത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണ്? വേജസ് ആൻഡ് മെറ്റീരിയൽ ക്വസ്റ്റ്യനകത്തുണ്ട്. വർക്ക്സ് ഓവർ ഹെഡ് എന്നുള്ളത് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളതാണ്. ദെൻ നമ്മളെന്ത് ചെയ്യുന്നു? ആ പ്രോസസ്സിനെ നമ്മളങ്ങനെ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പം അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. അതിന് മുന്നേ നമ്മൾക്ക് ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നിട്ടുള്ളത്
ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതായത് എത്രയാണ് 1000 ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയുള്ളത് 1000. ഇതൊക്കെ ക്വസ്റ്റ്യനുള്ളതാണ്. ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിലുള്ള ഈ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ മുന്നത്തെ പ്രോസസ്സ് എടുക്കുന്നത് 12,000 ക്വസ്റ്റ്യനകത്തുള്ളതാണ്, വർക്ക്സ് ഓവർഹെഡ് ക്വസ്റ്റ്യനകത്തുള്ളതാണ്. ഈ 1000 എമൗണ്ട് എന്നുള്ളത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെത് യൂണിറ്റ് ക്വസ്റ്റ്യനകത്തുണ്ട്. അതിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രം പ്രൊസീഡിങ് പ്രോസസ്സാണ്. അതായത് 1 രൂപയാണ്. അതായത് 1000 × 1 ഇതാണ് എമൗണ്ട് 1000 ഇവിടെ കിട്ടിയിട്ടുള്ളത്. ദെൻ ഈ 37,500 ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ്. കാരണം 37,500 പ്രോസസ്സ് ബീൻ്റെ പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ് തന്നിട്ടുണ്ട്. അതായത് 37,500 നമുക്കവിടെ എഴുതി വെക്കാം. ദെൻ നമ്മൾ ഈ ഒരു അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഓരോ കോളം ബാലൻസ്. അതായത് ഈ ഇവിടെ യൂണിറ്റ് ഉള്ളത് 4000 + 36,000 40,000 ഇവിടെ യൂണിറ്റ് ഉള്ളത്. ആ യൂണിറ്റ് നമ്മളിവിടെ എഴുതി വെക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, അത് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുന്നു പറഞ്ഞാൽ 40,000 നിന്ന് 37,500 1000 രൂപയും കുറച്ചാൽ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഡിഫറൻസ് അവിടെ വരുന്നു. ആ ഡിഫറൻസാണ് വെയിറ്റ് ഇൻ ലോസ് എന്നുള്ളത്. ആ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. നമ്മൾ ആ റൗണ്ടിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്ന എമൗണ്ടാണ്. അതായത് ഇവിടെ എത്രയാണ് 1500 രൂപ എന്നുള്ളത് നമ്മൾ ബാലൻസ് ഫിഗറാണ്, ലോസ് ഇൻ വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെന്തില്ല, എമൗണ്ട് ഇല്ല. ലോസ് ഇൻ വെയിറ്റ് ആണ്, അതുകൊണ്ട് എമൗണ്ട് ഇല്ല. ദെൻ പ്രോസസ് സിയിലേക്ക് സീൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ 57,250 ഇവിടെയുള്ള നമ്മൾ ബാലൻസ് ആയി കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ എമൗണ്ട് അതായത് എത്രയാണ്, ഈ 1000 രൂപ ഡിഡക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ 56,250 രൂപ കിട്ടിയിട്ടുള്ളത്. നോക്കുക, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് മനസ്സിലാക്കുക. നമ്മൾക്ക് ഇക്വേഷൻസ് ഒന്നും നമ്മൾ അത്രത്തോളം നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ബാലൻസ് ചെയ്ത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് എക്സാമിന് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ ഇക്വേഷൻസും നമുക്കത് മനസ്സിലാവുന്നേ ഉള്ളൂ. ദെൻ അടുത്ത പ്രോസസ്സിൻ്റെ സീൻ്റെ അക്കൗണ്ടാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ്. സീൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളത് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 16,500 എന്നുള്ളത്. പ്രൊസീഡിങ് പ്രോസസ്സിൻ്റെയാണ് ഇവിടെയുള്ള പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. പ്രൊസീഡിങ് പ്രോസസ്സിൻ്റെ എത്രയാണ് 1.50 പ്രൊസീഡിങ് പ്രോസസ്സിൻ്റെ ഉള്ളത്. അങ്ങനെയാണ് നമ്മൾ 1.50 എന്നുള്ളത്. അങ്ങനെ ഈ ഒരു 24,750 എന്നുള്ള എമൗണ്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി ഈ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഈ എമൗണ്ട് നമ്മൾ അങ്ങനെ ഇവിടത്തേക്ക് എടുത്തെഴുതുന്നത് മാത്രമേ ഉള്ളൂ. 37,500 56,250 എന്നുള്ളത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ആ ഒരു അക്കൗണ്ട് നമ്മൾ താഴത്തോട്ട് വരക്കുന്നു. അതായത് നോക്കാങ്ങൾ നെക്സ്റ്റ് വേജസ് ആൻഡ് മെറ്റീരിയൽ എന്ന് തന്നിട്ടുണ്ട്. വേജസ് ആൻഡ് മെറ്റീരിയൽ ക്വസ്റ്റിനകത്തുള്ളതാണ് വേജസ് ആൻഡ് മെറ്റീരിയൽ എന്നുള്ളത്. ആ എമൗണ്ട് എഴുതി വെക്കുന്നു. വർക്ക് ഓവർ ഹെഡിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ ഉള്ളതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ എഴുതി വെക്കുന്നു. ദെൻ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ യൂണിറ്റ് തന്നിട്ടുണ്ട് 5,500 എന്നുള്ളത്. അതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ പെർ യൂണിറ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർ യൂണിറ്റ് എമൗണ്ട് എത്രയാണ് 1.50 അല്ലേ പെർ യൂണിറ്റ് എന്നുള്ളത്. അത് പ്രൊസീഡിങ് പ്രോസസ്സിൻ്റെയാണ്. പ്രൊസീഡിങ് പ്രോസസ്സിൻ്റെ എത്രയാണ് 1.50 ആണ്. അങ്ങനെയാണ് നമ്മൾ ഈ 8,250 രൂപ കിട്ടിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് 48,000 എന്നുള്ളത് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ള എമൗണ്ടാണ്. ഈ 48,000 എന്നുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എമൗണ്ടാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഒറ്റൊരു ഷീറ്റിനകത്ത് വരച്ച് നോക്കുക. 54,000 ചെയ്യുന്നു. ഈ 54,000 നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 48,000 എന്നുള്ള എമൗണ്ടും അതോടൊപ്പം തന്നെ ഈ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്താൽ നമുക്കൊരു ലോസ് ഇൻ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എമൗണ്ട് ഇവിടെ കിട്ടും. അത് 500 രൂപയാണ് ലോസ് ഇൻ വെയിറ്റ് എന്നുള്ളത്. അതും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ എഴുതി വെക്കുന്നു. അതായത് ലോസ് ഇൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് 2 പേജിലായിട്ടാണ് നമുക്കത് പ്രശ്നമുണ്ട്. ഈ ലോസ് ഇൻ വെയിറ്റ് എന്നുള്ളത് അതിലാണ് ഈ 500 രൂപ കിട്ടിയിട്ടുള്ളത്. നമ്മൾ ബാലൻസ് ഫിഗറാക്കിയിട്ടാണ് 500 രൂപ എന്നുള്ളത് കിട്ടിയിട്ടുള്ളത്. അതൊന്ന് മനസ്സിലാക്കാം. ദെൻ നെക്സ്റ്റ് എന്താണ്, ഇവിടെയുള്ള ഈ എമൗണ്ട് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ, അതായത് ഈ എമൗണ്ട് അതാണ് ഈ 1,08,000 കിട്ടിയിട്ടുള്ളത്. 1,16,250 നിന്ന് 8,250 ഡിഡക്റ്റ് ചെയ്തിട്ടുള്ളതാണ്.
1,08,000 എന്നുള്ളത് നമ്മളങ്ങനെ ഡിഡക്റ്റ് ചെയ്തിട്ട് ബാലൻസ് ഫിഗർ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് അവിടെ ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് എന്ന് വന്നിട്ടുള്ളത്. ലാസ്റ്റ് പ്രോസസ്സാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് നമ്മളത് എന്ത് ചെയ്യുന്നു, അത് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്കും അതോടൊപ്പം തന്നെ ക്ലോസിംഗ് സ്റ്റോക്കും പിന്നീട് ലോസ് ഇൻ വെയിറ്റും ഒക്കെ വരുന്നൊരു പ്രോബ്ലമാണ്. കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായി ചോദിക്കാവുന്നതാണ്. താങ്ക് യു.